പ്രൈസ് ദി ലോർഡ്. 37 സങ്കീർത്തനം 5 വാക്യം. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ ഓരോ ദിനങ്ങളിലെയും ചെറിയ ഈ ജീവിതം അത് ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതാണോ എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും നമ്മളിങ്ങനെ വിചാരിക്കാറുണ്ട്, ദൈവമേ, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും അത് നടക്കുന്നില്ലല്ലോ, ഞാൻ ദൈവസന്നിധിയിൽ ഇത്രത്തോളം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എന്നിട്ടും എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? എന്നാൽ ഈ ഒരു ചോദ്യം കൂടി നമുക്ക് ഒന്ന് നമ്മോട് തന്നെ ചോദിക്കാം. നാം ഈ ഒരു തീരുമാനം നാം സ്വയം എടുക്കുന്നതിന് മുമ്പ് അത് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് അതിന് ദൈവത്തോട് ഒരു ആലോചന ചോദിച്ചിട്ടാണോ നാം എന്തെങ്കിലും ചെയ്തത് എന്ന് നമ്മോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ബലഹീനതകളാണിത്. കാരണം ഒരു കാര്യവും ദൈവത്തോട് ആലോചന ചോദിക്കാതെ നാം ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചില കാര്യങ്ങൾ സംഭവിക്കണമെന്ന് നാം തീരുമാനിക്കുമ്പോൾ അത് നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ അത് നമുക്ക് മാനുഷികമായിട്ടുള്ള സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ നമ്മുടെ ഏത് കാര്യങ്ങളും അത് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഇത്രമാത്രം പ്രാർത്ഥിക്കുക, ദൈവമേ, നിന്റെ ഹിതമാണ് എൻ്റെ ജീവിതത്തിൽ ഇത് നടക്കണം. മറിച്ച് ദൈവമേ, നിന്റെ ഹിതമല്ല എങ്കിൽ എനിക്കിത് വേണ്ട എന്നുള്ള ആ ഒരു തീരുമാനം നാം എടുക്കുകയാണെങ്കിൽ ആ കാര്യങ്ങൾ, നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് സംഭവിച്ചാലും ഇല്ലെങ്കിലും പ്രിയമുള്ളവരെ, അത് നമുക്ക് സന്തോഷമേ പകർന്ന് നൽകുകയുള്ളൂ. അതുകൊണ്ട് സങ്കടപ്പെടേണ്ടുന്ന കാര്യമില്ല. നമ്മുടെ ഉള്ളങ്ങളെ അറിയുന്ന, നമ്മെ നന്നായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നമ്മുടെ ജീവിതം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നുള്ള ആ ഒരു ഓർമ്മ മാത്രം മതി. അതെ, അവൻ നമ്മളെ കരുതുന്ന ദൈവമാണ്. നമ്മുടെ ആവശ്യങ്ങൾ ഓരോന്നും അറിഞ്ഞ് മനസ്സിലാക്കി തക്ക സമയത്ത് അത് നമുക്ക് നൽകുന്ന ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ എന്ത് ആഗ്രഹങ്ങളും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ വഴികൾ, നമ്മുടെ ജീവിതയാത്രകൾ, നമ്മുടെ എല്ലാ സമസ്ത കാര്യങ്ങളും ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഇറക്കി വയ്ക്കാം. എല്ലാം നടത്തി തരുവാൻ കഴിവുള്ള ഒരു ദൈവത്തിലാണ് നാം ആരാധിക്കുന്നത്. ആ ഒരു ചിന്തയോടെ നമുക്ക് ഇന്ന് മുന്നോട്ടേക്ക് യാത്ര തുടരാം. പുതിയ ദിനം അനുഗ്രഹത്തിൻ്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.